ആ ഒരു പെൺകുട്ടി ഫസ്റ്റ് ഇയറിൽ കോളേജിൽ പഠിക്കായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു മോഡലായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. 30-ലേറെ കേസുകൾ ആളുടെ പേരിലുണ്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഗ്യാങ്സ്റ്ററിനെ ഒരു എൻകൗണ്ടറിൽ കൊലപ്പെടുത്തുകയാണ്. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്ന് ആ പെൺകുട്ടി ജയിലിലായിരുന്നു ഏകദേശം 7 വർഷം കാലത്തോളം. പിന്നീട് കഷ്ടപ്പെട്ട് ബെയിലൊക്കെ വാങ്ങി തിരിച്ചു വരികയായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടിയും കൊല്ലപ്പെട്ടു. CCTV വിഷ്വലിൽ ഉണ്ടായത് ആ പെൺകുട്ടിയുടെ ബോഡി 2 പേര് ചേർന്ന് ഒരു ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നതും ഒരു BMW കാറിൽ കയറ്റി വെക്കുന്നതുമായിരുന്നു. ആ ഒരു കാറ് പോലീസുകാർ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നാൽ ആ ഒരു ബോഡി ആ സമയത്ത് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. 2024 ജാനുവരി 2-നാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റും 2016 നടന്ന ഈ ഒരു ഗ്യാങ്സ്റ്ററുടെ കൊലപാതകവും തമ്മിൽ എന്താണ് ബന്ധം? അന്ന് ആ ഹോട്ടലിലെ റൂം നമ്പർ 111 നടന്നത് എന്താണ്? എന്തൊക്കെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ദിവ്യ പഹൂജ എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. 2015 തന്നെ ആ ഒരു പെൺകുട്ടി ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരു മോഡലായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ജാനുവരി 2 സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ ടൈമിൽ ഈ ദിവ്യ തൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലെ ഗുഡ്ഗാവിലുള്ള ഒരു ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടൽ സിറ്റി പോയിന്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഉള്ളതെന്നും തൻ്റെ കൂടെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും ഈ പെൺകുട്ടി തൻ്റെ സിസ്റ്ററിനോട് പറയുകയാണ്. അങ്ങനെ ഈവനിങ് ടൈമായി. ദിവ്യ ഇതുവരെ വീട്ടിലോട്ട് എത്തിയിട്ടുമില്ല, ഒരു കോളും ചെയ്തിട്ടില്ല, മെസ്സേജ് വെച്ചിട്ടില്ല. അങ്ങനെ ദിവ്യയുടെ സിസ്റ്റർ ദിവ്യയെ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ ദിവ്യയുടെ ഫോൺ റീച്ച് ആകുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, നോ രക്ഷ. അതിനുശേഷം ദിവ്യയുടെ ഫ്രണ്ട്സിനെയും മറ്റൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കുകയാണ്. അവർക്ക് ആർക്കും തന്നെ ദിവ്യ എവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സിസ്റ്റർ ഒരു രാത്രി 10 മണിയൊക്കെ ആയ ടൈമിൽ നേരെ ആ ഒരു ഹോട്ടലിലോട്ട് പോവുകയാണ്. അവിടെ എത്തി അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു, അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചു. അപ്പോൾ അവരെന്തൊക്കെയോ പരുങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. അതേപോലെ തന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിസ്റ്ററിന് മനസ്സിലാവുകയാണ്. അവരവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിൽ തങ്ങളുടെ സിസ്റ്ററിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം പോലീസുകാർ നേരെ ആ ഒരു ഹോട്ടലിലോട്ട് എത്തുകയാണ്. പിന്നീട് അവിടുത്തെ CCTV വിഷ്വൽസും മറ്റുമൊക്കെ പരിശോധിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അവർ അതിൽ കാണുന്നത്. അന്ന് രാവിലെ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ സമയത്താണ് ദിവ്യ ആ ഒരു ഹോട്ടലിലോട്ട് വരുന്നത്. കൂടെ അഭിജിത്ത് ഉണ്ടായിരുന്നു. അതാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ആളുടെ ആയിരുന്നു ആ ഒരു ഹോട്ടൽ. അവിടെ വന്നിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ദിവ്യ പുറത്തോട്ട് വന്നിട്ടില്ല ജീവനോടുകൂടി. പിന്നീട് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഏകദേശം ഒരു 10:40 ആവുന്ന സമയത്ത് 2 പേര് കൂടെ ചേർന്നിട്ട് ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ഒരു ബോഡി ഇതേപോലെ തന്നെ ആ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നതിൻ്റെ വിഷ്വൽസും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുറത്തുള്ളൊരു BMW കാറിൻ്റെ ഉള്ളിൽ ആ ഒരു ബോഡി വെക്കുന്നതിൻ്റെ വിഷ്വൽസും പോലീസിന് ലഭിക്കുകയാണ്. ആ ഒരു കാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും മിസ്സിംഗ് ആണ്. അപ്പോൾ എന്തിന് ഇവർ ദിവ്യയെ കൊല്ലണം? എന്താണ് ആ ഒരു പെൺകുട്ടി അതിനു മാത്രം ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദിവ്യയുടെ പാസ്റ്റിനെ കുറിച്ച് കുറച്ച് അറിയണം. 2015 ടൈമിൽ തന്നെ ദിവ്യ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിരുന്നു. സ്ഥിരമായിട്ട് ഫോട്ടോസും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പതിവായിരുന്നു. എവിടെ പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് സെൽഫീസ് ആയിട്ടും, അതായത് ഇന്ന റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഇന്ന ഹോട്ടലിൽ പോകുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഇടാറുണ്ടായിരുന്നു. ഫോട്ടോസും സെൽഫീസും അങ്ങനെയുള്ള പലതും ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോസും മറ്റുമൊക്കെ കണ്ടിട്ട് ആ ഒരു പെൺകുട്ടിക്ക് മോഡലിംഗ് ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണ്. 2015 തന്നെ തൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽസിലും മറ്റുമൊക്കെ പാർട്ട് ടൈം ആയിട്ട് ഒരുപാടധികം മോഡലിംഗ് വർക്കുകളും മറ്റുമൊക്കെ ഇവർക്ക് ലഭിക്കുകയാണ്. ആ ഒരു സമയത്ത് അവർ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലിൻ്റെ MD ത്രൂ ആണ് ഋഷഭ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്. ആളുടെ ശരിക്കുള്ള പേര് സന്ദീപ് ഗദോലി എന്നായിരുന്നു. ഗദോലി ഗ്യാങ്ങിൻ്റെ ഒരു വലിയ തലപ്പത്തിരിക്കുന്ന ഒരാളായിരുന്നു. അയാൾ വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. എന്നാൽ ആ ഒരു കാര്യമൊന്നും ദിവ്യക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് ഹോട്ടലിലും മറ്റുമൊക്കെ ബുക്ക് ചെയ്യുമ്പോഴും ബാക്കിയുള്ള എല്ലാവരും ചോദിക്കുമ്പോഴൊക്കെ ഋഷഭ് എന്നുള്ളൊരു പേരായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ പേര് ഋഷഭ് എന്നായിരുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായത്.
ഒരിക്കലും താനൊരു ഗാങ്സ്റ്റർ ആണെന്നുള്ള രീതിയിൽ ദിവ്യയുടെ അടുത്ത് ആൾ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വളരെ അടുത്ത് ഇടപഴകാനായിട്ട് തുടങ്ങി, സ്ഥിരമായിട്ട് യാത്രകളും മറ്റുമൊക്കെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ യാത്രകളിലും മറ്റുമൊക്കെ പലതരത്തിലുള്ള ഫോട്ടോസും മറ്റുമൊക്കെ ദിവ്യയുടേതായിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 2016 ഫെബ്രുവരി 7-ാം തീയതി ഈ ദിവ്യയും അതുപോലെ തന്നെ ഗദോലിയും കൂടെ ഗുഡ്ഗൗണിൽ നിന്ന് മുംബൈയിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പോയി അവിടെ മെട്രോ ഹോട്ടലിൽ സ്റ്റേ ചെയ്യായിരുന്നു. എന്നാൽ ആ സമയത്ത് ആരോ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതുപോലെ ആയിരുന്നു കുറച്ച് പോലീസുകാർ അങ്ങോട്ട് എത്തിയത്. ഏകദേശം 6ഓളം പോലീസുകാർ വന്നിട്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ എൻകൗണ്ടർ ചെയ്ത് ഗദോലിയെ കൊന്നുകളയായിരുന്നു. അതായത് അവർ ജസ്റ്റ് കറക്റ്റ് അറിയാവുന്നത് പോലെ തന്നെ കറക്റ്റ് അങ്ങോട്ട് വന്നു, അതിനുശേഷം ഡോർ തുറന്നു, ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അയാൾക്കൊന്ന് പ്രതികരിക്കാൻ പോയിട്ട് ഒന്ന് ശ്വാസം എടുക്കാനുള്ള സമയം പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. ഇത് വലിയ സംസാരമായി. പോലീസുകാർ ഒരുപാടധികം ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാടധികം ആളുകൾ വിമർശിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു ഗദോലി ഫാമിലി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പോലീസുകാരും അതുപോലെ തന്നെ ഈ ഒരു ഗദോലി ഗ്യാങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഗ്യാങ്ങിൻ കൂടെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു എന്നുള്ള തരത്തിലാണ്. പിന്ദർ ഗുജ്ജർ എന്ന് പറയുന്ന ഒരാളുടെ ഗുജ്ജർ ഗ്യാങ് ആയിരുന്നു ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ജയിലിലാണ്. ആള് ജയിലിൽ വെച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഗദോലിയെ കൊലപ്പെടുത്തിയതെന്ന് ആ ഒരു ഫാമിലി ആരോപിക്കുകയാണ്. എന്നാൽ ആ ഒരു ഹരിയാന പോലീസ് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹോട്ടലിലോട്ട് എത്തിയത്. അതിനുശേഷം ആൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ആളെ കൊലപ്പെടുത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവനും അപകടം അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ ഗദോലി ഫാമിലി ഇതൊന്നും തന്നെ വിശ്വസിച്ചില്ല. അവർ നേരെ മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ മുംബൈ ക്രൈംബ്രാഞ്ചിനെ കോടതി ആ ഒരു കേസ് ഏൽപ്പിക്കുകയാണ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് ഗദോലി ഇത്രയും വലിയ എങ്ങനെ ഈ ഒരു ഗദോലി ഗ്യാങ്ങൊക്കെ തുടങ്ങി, എങ്ങനെയാണ് ഇയാൾ ഇത്രയും വലിയൊരു ഗാങ്സ്റ്റർ ആയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നത്. ഇയാളുടെ ഫ്ലാഷ് ബാക്ക് നോക്കുമ്പോൾ ഓൾറെഡി പിന്ദർ ഗുജ്ജർ എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്റർ ഈ ഒരു ഗുഡ്ഗൗൺ ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ അണ്ടറിൽ വന്നിട്ടായിരുന്നു ഈ ഗദോലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചില വർക്കുകളൊക്കെ ചെയ്തു. പിന്നീട് ഈ വളരെ ക്ലോസ് ആയിട്ട് മാറി, ഇയാളുടെ ഒരു വിശ്വസ്തനായിട്ട് മാറുകയാണ്. എന്നാൽ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഗദോലി കുറച്ച് ആളുകളെ തൻ്റെ കൂടെ കൂട്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്യാങ് തുടങ്ങുകയാണ്. ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ തുടങ്ങി നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഗ്യാങ്ങുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഗാങ്സ്റ്റർ ഗുജ്ജറിൻ്റെ അനിയനെ ഈ ഒരു ഗദോലിയുടെ അനിയനായിട്ടുള്ള പ്രകാശ് കൊലപ്പെടുത്തുന്നത്. അതും കൂടെ ആയപ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി. ആ ഒരു സമയത്ത് ഈ ഗദോലി ജയിലിലായിരുന്നു. അപ്പോൾ ജയിലിൽ വെച്ച് തന്നെ ആൾ പ്ലാൻ ചെയ്യാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗദോലിനെ കൊലപ്പെടുത്തണം, അയാളെ തീർത്ത് കളയണം. അതായത് തൻ്റെ അനിയനെ കൊന്നതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു പ്രതിജ്ഞ ആൾ എടുക്കുകയാണ്. ജയിലിൽ വെച്ച് തന്നെ ഗദോലി എങ്ങനെ കൊലപ്പെടുത്തണം എന്നുള്ള സ്കെച്ച് ആൾ ഇട്ടിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ഹരിയാന പോലീസ് ആളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളതും ഈ ഒരു മുംബൈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു. അതായത് യാതൊരു പ്രൊസീജിയേഴ്സും നോക്കാതെയായിരുന്നു അയാളെ എൻകൗണ്ടർ ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുംബൈ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസിൽ 6 പോലീസ് ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസും മറ്റോ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഈ ദിവ്യയുടെ പേരായിരുന്നു പോലീസുകാർ പറഞ്ഞത്. ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ആ പെൺകുട്ടിയെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പോസ്റ്റുകളും മറ്റും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കറക്റ്റായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്നത്. അറസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു ചെന്നത്. എന്നാൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എൻകൗണ്ടർ ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈ ഒരു കേസിൽ ഈ ദിവ്യക്കും പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2016 ദിവ്യയെയും അമ്മയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതായത് സന്ദീപ് ഗദോലിയെ ഈ ഒരു ദിവ്യ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കൊല ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുണ്ടായത്. ആ ഒരു കേസിൽ ഏകദേശം 7 വർഷത്തോളം ആ ഒരു പെൺകുട്ടി ജയിലിലായിരുന്നു. അതിൻ്റെ ഇടയിൽ പലതവണ ബെയിലിന് ശ്രമിച്ചു. എന്നാൽ ഈ ഒരു 7 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ബെയിൽ കിട്ടിയത്. എന്നാൽ അതിന് ശേഷം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടിയും കൊലപ്പെടുകയാണ്. ദിവ്യ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു 56 വയസ്സുള്ള അഭിജിത്തിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുന്നതും അവർ കറങ്ങാൻ പോകുന്നതും ഒക്കെ പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ ദിവ്യയുടെ ഫാമിലിക്കും അറിയാം. അപ്പോൾ ഈ അഭിജിത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഗാങ്സ്റ്റർ ഗുജ്ജറിലെ ആളുടെ ഒരു വിശ്വസ്തനാണ്. ആളുടെ അത്ര അടുത്തൊരാളാണ്. അപ്പോൾ അയാളുമായിട്ടായിരുന്നു ദിവ്യക്ക് ഈ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ദിവ്യയുടെ കൊല്ലപ്പെട്ട ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഗദോലി, അയാളുടെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലത്തെ തലപ്പത്തിരിക്കുന്ന ആളുടെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരുന്നു ഇയാള്. അന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അഭിജിത്തിൻ്റെ കൂടെ പോയത്.
അതിനുശേഷം നടന്നു എന്ന് അഭിജിത്ത് പറയുന്നത് ഇതാണ്. ന്യൂ ഇയർ സെലിബ്രേഷനും മറ്റൊക്കെ കഴിഞ്ഞ് തൻ്റെ ഹോട്ടലിലോട്ട് ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ ടൈമിലായിരുന്നു എത്തിയത്. എന്നും പതിവ് പോലെ എടുക്കുന്ന റൂം നമ്പർ 111 ആളെടുക്കുകയാണ്. അത് ആൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു മുറിയായിരുന്നു, അതായത് ആളുടെ രാശിയുള്ളൊരു മുറിയായിരുന്നു എന്ന് ആൾ കണക്കാക്കുന്ന ഒരു മുറിയായിരുന്നു. ആൾ ഏത് സമയത്ത് ആളുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു മുറി തന്നെയായിരുന്നു യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മുറി എടുത്തു അങ്ങോട്ട് പോയി. അവിടെ എത്തി ഇവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ഈ ഒരു അഭിജിത്തിൻ്റെ കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റുമൊക്കെ ഈ ദിവ്യ ആളെ കാണിച്ചു കൊടുത്തിട്ട് എന്താ പറയുക, പൈസ തരാനായിട്ട് പറയാണ്, മണി എക്സ്റ്റോർഷന് ശ്രമിക്കുകയാണ് ഉണ്ടായത്. അഭിജിത്ത് പറയുന്നതിനനുസരിച്ചിട്ട് മുൻപ് പലതവണയും ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ വലിയ എമൗണ്ട് ആയിരുന്നു ആവശ്യപ്പെട്ടത്. ആ ഒരു സമയത്ത് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദിവ്യയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അഭിജിത്ത് ആ ഒരു ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കി. ആ ഒരു സമയത്ത് ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ആയിരുന്നു. അപ്പോൾ ദിവ്യ വീണ്ടും ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യത്തിൽ ഗണ്ണെടുത്തുകൊണ്ട് ആ ഒരു സ്ത്രീയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം തന്നെ വിശ്വസ്തരായിട്ടുള്ള ആ ഹോട്ടലിലെ 2 സ്റ്റാഫിനെ വിളിപ്പിച്ചു. ആ ഫ്ലോറും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. പിന്നീട് ആ ബോഡി ഒരു ബെഡ്ഷീറ്റിലാക്കിയിട്ട് ആ BMW കാറിൽ കൊണ്ടുവച്ചു. ആ ഒരു കാർ അവിടെ നിന്ന് ഓടിച്ചു പോയി. ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. പോലീസുകാർ ഒരുപാടധികം അന്വേഷിച്ചു. അതിനുശേഷം പഞ്ചാബിൽ നിന്ന് ആ ഒരു BMW കാറ് കിട്ടുകയാണ്. എന്നാൽ ആ കാറിൻ്റെ അകത്ത് ബോഡി ഉണ്ടായിരുന്നില്ല. ബോഡി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വീണ്ടും 10 ദിവസം വേണ്ടി വന്നു. ബഗ്ര കനാൽ എന്ന് പറയുന്ന ഒരു കനാലിൽ നിന്നായിരുന്നു ആ ഒരു ബോഡി പോലീസുകാർ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അഭിജിത്തിനെയും കൂട്ടാളികളെയും ഈ കേസിൻ്റെ പേരിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.